കണ്ടല ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ മുൻ ബാങ്ക് പ്രസിഡന്റും സിപിഐ നേതാവുമായിരുന്ന എൻ ഭാസുരാഗിനെ ഒന്നാം പ്രതിയാക്കി ഇഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. 3.22 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. മകൻ അഖിൽജിത്ത്, ഭാര്യ, മക്കൾ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കുറ്റപത്രം. തിരുവനന്തപുരത്തെ കണ്ടല ബാങ്കിൽ എൻ ഭാസുരാഗൻ 30 വർഷത്തിലേറെ കാലം പ്രസിഡന്റായിരുന്നു. ബാങ്കിൽ ക്രമക്കേട് നടന്നെന്ന പരാതി ഉയർന്നതോടെ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 101 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. പക്ഷേ സഹകരണ വകുപ്പോ 56 എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത മാറനല്ലൂർ പോലീസോ ഒരു നടപടിയും എടുത്തില്ല. അതിനിടയിലാണ് ഇഡി കേസ് അന്വേഷിച്ചതും എൻ ഭാസുരാഗനെയും മകൻ അഖിൽജിത്തിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതും. അറസ്റ്റ് ചെയ്ത് 2 മാസം പിന്നിടുമ്പോഴാണ് ഇഡിയുടെ നിർണായക നീക്കം. എൻ ഭാസുരാഗൻ മകന്റെയും ഭാര്യയുടെയും 2 പെൺമക്കളുടെയും പേരിൽ വ്യാജരേഖ ചമച്ച് 3 കോടിയിലേറെ രൂപ കണ്ടല ബാങ്കിൽ നിന്ന് അനധികൃതമായി വായ്പയെടുത്തിരുന്നു. ഇത് മകന്റെ പേരിൽ ബിസിനസ്സിലടക്കം നിക്ഷേപിച്ചെന്നും ഇഡി കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് മതിയായ തെളിവുകളുള്ള 3.22 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. വ്യാജ വായ്പ കൂടാതെ അനധികൃത നിർമ്മാണത്തിലും നിയമനങ്ങളിലുമടക്കം വെട്ടിച്ച കോടികളുടെ തെളിവുകൾ ഇഡി ശേഖരിച്ചു വരികയാണ്. കലൂരിലെ പ്രത്യേക കോടതിയിലാണ് ഇഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. ഇതോടെ ഭാസുരാഗനും മകനും ജാമ്യം കിട്ടാനുള്ള സാധ്യതയും ഇല്ലാതായി. റിപ്പോർട്ടർ, കൊച്ചി.